സംസ്ഥാനത്ത് മഴക്കാലപൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മഴക്കാല രോഗങ്ങളിൽ നിന്നും സമൂഹത്തെ മാറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മഴക്കാല രോഗങ്ങളിൽ നിന്നും സമൂഹത്തെ മാറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഡെങ്കിപ്പനി അടക്കമുള്ള മാറാരോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ വീടും പരിസര പ്രദേശങ്ങളും ശുചിയാക്കുന്നതിനൊപ്പം ടൗൺ മേഖലകളിലും ശുചീകരണം നടത്തേണ്ടതാവുന്നു. വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങളടക്കം വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. പൊതുശുചീകരണം, വീടുകൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ ശുചീകരണം, മലിനജല സംസ്കരണ പദ്ധതികൾ ആരംഭിക്കൽ, കൊതുക് നശീകരണ പ്രവൃത്തികളാണ് മഴക്കാലപൂർവ്വ ശുചീകരണമായി സംഘടിപ്പിക്കുന്നത്. പാലാ നഗരസഭയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ ഉദ്ഘാടനം നിർവഹിച്ചു. RV പാർക്കിൻ്റെയും സമീപത്തുള്ള സ്നേഹാരാമങ്ങളുടെയും ശുചീകരണം നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ലിസിക്കുട്ടി അധ്യക്ഷയായിരുന്നു. കൗൺസിലർ ബിജി ജോജോ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ, ഹരിതകർമ്മസേനാംഗങ്ങൾ, ശുചീകരണ തൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ വാർഡുകളിലെ ഓടകൾ, കാനകൾ എന്നിവ വൃത്തിയാക്കുമെന്നും കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ചെയർമാൻ പറഞ്ഞു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ ബസ് ബൈക്ക് സമീപം പഞ്ചായത്ത് തല ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ നിർവഹിച്ചു. നമുക്ക് മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞ് നമ്മൾ കാലാകാലങ്ങളായി ചെയ്തു വരുന്നതാണ്. പക്ഷേ ഈ കൊല്ലം നമുക്ക് വളരെ കഠിനമായ അത്യുഷ്ണത്തിന് ശേഷം ആണ് മഴക്കാലം ഉണ്ടാകുക. അപ്പോൾ നമുക്ക് കാലാവസ്ഥ ഭയങ്കര വ്യതിയാനം. അതുകൊണ്ട് എല്ലാവർക്കും ഓരോരോ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട്. പനികൾ, മറ്റ് മേലായികൾ വന്നിട്ടുണ്ട്. കഠിനമായ ചൂടിന് ശേഷം അതിശക്തമായ മഴ വന്നപ്പോഴത്തേക്ക് കാലാവസ്ഥയായിട്ട് ഇവർ എമ്മിപ്പെട്ട് പൊരുത്തപ്പെട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് ആരോഗ്യവകുപ്പ് അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ വെള്ളമൊക്കെ മോശമായ മഞ്ഞപ്പിത്തത്തിൻ്റെ അസുഖങ്ങൾ പല മേഖലകളിൽ, പല ജില്ലകളിൽ ആവർത്തിക്കുന്നതായിട്ട് കേൾക്കുന്നു. എല്ലാ ആരോഗ്യവകുപ്പും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും സജീവമായിട്ടുണ്ട്. അതോടൊപ്പം ജനപ്രതിനിധികളും കൂടെ തന്നെയുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ഹരിതകർമ്മയിലെ സഹോദരിമാർ അവരുള്ളത് കൊണ്ട് നമ്മുടെ കിടങ്ങൂരിനൊരു മുഖച്ഛായക്കുന്നതിന് മാറ്റമുണ്ട്. കാരണം അങ്ങനെ അനാവശ്യമായിട്ട് അവിടെ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിഞ്ഞിട്ടില്ല. അവർ മാസം തോറും കളക്ഷനൊക്കെ കണ്ടെത്തിക്കൊണ്ട് അവരത് നല്ല ചിട്ടയായിട്ട് കോട്ടയം ജില്ലയുടെ കീഴിലുള്ള പഞ്ചായത്ത് കിടങ്ങൂർ മാന്യമായ രീതിയിൽ പോകുന്നുണ്ട്. ശുചീകരണത്തിൽ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ, കൂടല്ലൂർ CHSലെ ആരോഗ്യവകുപ്പ് ജീവനക്കാർ, തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മഴ ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ വാർഡ് തല സാനിറ്റേഷൻ കമ്മിറ്റി മുഖേന നടപ്പാക്കുന്നതിനും കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുത്തു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.